ഭൂപത്മത്തിന് കർണികയായിട്ടു ഭൂതരേന്ദ്രൻ അതിലല്ലോ നിൽക്കുന്നു. ഇതിൽ 9 ഖണ്ഡങ്ങളുണ്ടല്ലോ, അതിലുത്തമം ഭാരത ഭൂതലം. സമ്മതരായ മാമുനി ശ്രേഷ്ഠന്മാർ കർമ്മക്ഷേത്രമെന്നല്ലോ പറയുന്നു. ഈ വരികൾ ഭാരതത്തിന്റെ ആത്മീയ മഹത്വത്തെയും മനുഷ്യജന്മത്തിന്റെ ഉദ്ദേശത്തെയും സൂചിപ്പിക്കുന്നതാണ്. ഭൂപത്മത്തിന് കർണികയായിട്ടു ഭൂതരേന്ദ്രൻ അതിലല്ലോ നിൽക്കുന്നു. ജ്ഞാനപ്പാനയിലെ വരികളാണ്. ഭൂമിയെ ഒരു താമരപ്പൂവായി സങ്കല്പിച്ചാൽ അതിന്റെ കർണിക മധ്യഭാഗം പോലെയാണ് മഹാപർവ്വതമായ മേരുപർവ്വതം നിലകൊള്ളുന്നത്. പുരാണങ്ങളിലെ സൃഷ്ടി വിവരണത്തിലെ ഒരു ദൃഷ്ടാന്തമാണ് ഇത്. ഇതിൽ 9 ഖണ്ഡങ്ങളുണ്ടല്ലോ, അതിലുത്തമം ഭാരത ഭൂതലം എന്ന് വെച്ചാല് ഈ ഭൂമണ്ഡലത്തിൽ 9 ഖണ്ഡങ്ങളുണ്ടെന്നും അവയിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഭാരതവർഷമാണെന്നും പറയുന്നു. സമ്മതരായ മാമുനി ശ്രേഷ്ഠന്മാർ കർമ്മക്ഷേത്രമെന്നല്ലോ പറയുന്നു. മഹർഷിമാരെല്ലാവരും ഒരേ അഭിപ്രായത്തോടെ ഭാരതത്തെ കർമ്മക്ഷേത്രം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതായത് കർമ്മങ്ങൾ ചെയ്ത് ആത്മീയ പുരോഗതി നേടാനും മോക്ഷത്തിലേക്ക് ഉയരാനുമുള്ള വിശിഷ്ടമായ ഭൂമിയാണ് ഭാരതം. മറ്റു ലോകങ്ങളിൽ ജീവികൾ പ്രധാനമായും മുജ്ജന്മ കർമ്മഫലങ്ങൾ അനുഭവിക്കുകയാണ് എന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു. എന്നാൽ ഭാരതവർഷത്തിൽ മാത്രമാണ് ധർമ്മമനുഷ്ഠിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്ത് ഭക്തിയിലൂടെയും ജ്ഞാനത്തിലൂടെയും മോക്ഷം നേടാനുള്ള അപൂർവ അവസരം ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ കർമ്മഭൂമി അല്ലെങ്കിൽ കർമ്മക്ഷേത്രം എന്ന് വിളിക്കുന്നത്. ഭൂമിയെ ഒരു താമരയായി സങ്കല്പിച്ചാൽ അതിന്റെ മധ്യത്തിലുള്ള കർണികയുടെ സ്ഥാനത്താണ് മഹാമേരു എന്ന പർവ്വതം സ്ഥിതി ചെയ്യുന്നത്. ഇത് ജംബുദ്വീപിന്റെ മധ്യത്തിലാണ്. ഈ ജംബുദ്വീപിനെ 9 ഖണ്ഡങ്ങളായി ഭാഗിച്ചിരിക്കുന്നു. ഇളാവൃതം, ഭദ്രാശ്വം, ഹരിവർഷം, കേതുമാലം, രമ്യകം, ഹിരൺമയം, ഉത്തരഗുരു, കിംപുരുഷം, അജനാപം ഇവയാണ് ആ ഖണ്ഡങ്ങൾ അഥവാ വർഷങ്ങൾ. അഗ്നീന്ദ്ര മഹാരാജാവ് തന്റെ 9 പുത്രന്മാർക്കായി ഭാഗിച്ചു കൊടുത്തവയാണ് ഈ വർഷങ്ങൾ. അജനാപം നാഭി എന്ന രാജാവായിരുന്നു ഭരിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ പുത്രനായിരുന്നു ഋഷഭൻ. ഋഷഭൻ വിഷ്ണുവിന്റെ അംശാവതാരായിരുന്നു. അദ്ദേഹത്തിന് ഇന്ദ്രപുത്രിയായ ജയന്തിയിൽ ഉണ്ടായ 100 പുത്രന്മാരിൽ ഭരതനായിരുന്നു ജ്യേഷ്ഠൻ. ഭരതൻ ഭരിച്ചതിനാൽ അജനാപ വർഷത്തിന് ഭാരതം എന്ന പേര് കിട്ടി. ഭാരതത്തെ കർമ്മക്ഷേത്രം അഥവാ കർമ്മഭൂമി എന്നാണ് പറയുന്നത്. ഈ ശ്ലോകം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ജനിച്ച നാടിനെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുക. ജീവിതത്തെ വെറും സുഖാന്വേഷണത്തിനല്ല, ധർമ്മപൂർവമായ കർമ്മങ്ങൾ ചെയ്യുന്നതിനായി ഉപയോഗിക്കുക. ഓരോ ദിവസവും നന്മ ചെയ്യാനും ആത്മവികാസത്തിനും ദൈവസ്മരണയ്ക്കും ഉള്ള അവസരമായിട്ട് കാണാം. ഭാരതം വെറും ഒരു ഭൂപ്രദേശം മാത്രമല്ല, ധർമ്മവും കർമ്മവും ആത്മീയ വളർച്ചയും സാധ്യമാകുന്ന പുണ്യഭൂമിയാണ്.